പക്ഷത്തിൻ്റെ സ്വാധീനമാണ് എന്ന് എങ്ങനെയാണ് പറയാനാവുക? നോക്കൂ, കോൺഗ്രസ് ജവഹർലാൽ നെഹ്റു എടുത്തിട്ടുള്ള നിലപാട് ഇപ്പോൾ ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ മതേതരത്വത്തിൻ്റെ ഒരു അപ്പോസ്തലൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ആളാണ്. ജവഹർലാൽ എടുത്ത നിലപാടിന് ഒപ്പം നിൽക്കുന്ന നിലപാടാണ് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ അധ്യക്ഷനായിരിക്കുന്നപ്പോൾ എടുക്കുന്നത്. അങ്ങനെയാണ് സി പി എമ്മിന് ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനമാവുക? ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് പണിത രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ദിനത്തിൽ പങ്കെടുക്കുമോ എന്ന ക്ഷണം ക്ഷേത്ര ട്രസ്റ്റിൻ്റെ പേരിൽ BJPക്കാർ അയച്ചപ്പോൾ, കേന്ദ്ര സർക്കാരിൻ്റെ ഒത്താശയിൽ ഈ രാജ്യത്തെ ദേശീയ പാർട്ടികളുടെ നേതാക്കൾക്ക് അയച്ചപ്പോൾ, ആ നേതാക്കൾ ഇക്കാര്യത്തിൽ അസന്ദിഗ്ധമായ ഒരു നിലപാട് പറയാൻ മടിച്ചു നിന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ, ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും ശക്തമായ ഹിന്ദുത്വ വിരുദ്ധ നിലപാട് സൂക്ഷിക്കുന്ന ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ ദിശാബോധമായി നിലകൊള്ളുന്നൊരു പാർട്ടിയാണ് CPM. CPM വളരെ ഒരു സംശയത്തിനിടയില്ലാതെ പറഞ്ഞല്ലോ, ഞങ്ങൾ പങ്കെടുക്കില്ല. വിശ്വാസത്തെയും മതപരമായ ചടങ്ങുകളെയും രാഷ്ട്രീയവൽക്കരിക്കുകയാണ് BJP ചെയ്യുന്നത്. അയോധ്യ ഒരു രാഷ്ട്രീയ വിഷയമായിട്ടാണ് BJP ഉയർത്തിക്കൊണ്ടുവന്നത്. അവിടെ പങ്കെടുക്കുന്ന പ്രശ്നമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഇത് നികേഷും ഞാനും നമ്മളെല്ലാം തന്നെ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി ചർച്ച ചെയ്യുക. അപ്പോൾ ഇവിടെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് വരുന്ന ശ്രീകുമാറിനെ പോലുള്ള ആളുകൾ എന്താ പറഞ്ഞത്? അവിടെ ഇവിടെയും തൊടാത്ത വാദങ്ങൾ, വളരെ വിചിത്രമെന്ന് തോന്നാവുന്ന വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ വാദങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു അവർ ചെയ്തത്. ഞങ്ങൾ നെഹ്റുവിൻ്റെ ആളുകളാണ്, ഞങ്ങൾ സരയൂ നദിയുടെ പ്രവാഹഗതിയിലേക്ക് RSSകാർ, ഹിന്ദു മഹാസഭക്കാർ അതിക്രമിച്ച് കടന്ന് സ്ഥാപിച്ച ഈ ബിംബങ്ങൾ, ഈ വിഗ്രഹങ്ങൾ എടുത്തു കളയണമെന്ന് പറഞ്ഞ നെഹ്റുവിൻ്റെ ആളാണ്, അതുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് അവർക്ക് സംശയരഹിതമായ ആ ചരിത്രബോധത്തിലാണ് അവർ പ്രവർത്തിക്കുന്നതെങ്കിൽ, ചരിത്രബോധത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്ര പരിസരത്തിൽ നിന്നാണ് അവർ സംസാരിക്കുന്നതെങ്കിൽ അവർക്ക് കഴിയുമായിരുന്നല്ലോ. ഇത്രയും ദിവസം ദേശീയ പത്രങ്ങൾ, നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ, നമ്മളെല്ലാം ഈ വിഷയം ചർച്ച ചെയ്തു. അങ്ങനെ വലിയ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ന് ഞങ്ങൾ അവിടെ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ, പങ്കെടുക്കില്ല എന്ന് പറഞ്ഞപ്പോഴെന്താണ് ആ വാദവും എന്താണ് അവസരവാദപരമായി പോവുകയാണ്. നികേഷേ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ മൂന്നാൾ പങ്കെടുക്കില്ല എന്നാൽ ഇപ്പോൾ ശ്രീകുമാർ ഇവിടെ വിശദീകരിക്കും. ഞങ്ങളുടെ സോണിയാഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ, അതുപോലെ തന്നെ ഞങ്ങളുടെ പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവ്, ഞങ്ങൾ പങ്കെടുക്കില്ല. ഈ നേതാക്കൾ പങ്കെടുക്കില്ല. മറ്റു നേതാക്കൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും പോകാം. മിസ്റ്റർ ശ്രീകുമാറിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, അയോധ്യയിൽ ഒരു രാമക്ഷേത്രം ഉണ്ടാവുകയും അവിടെ പ്രതിഷ്ഠാകർമ്മമോ അവിടെ എന്തെങ്കിലും ചടങ്ങോ നടക്കുമ്പോൾ അവിടെ ആര് പങ്കെടുക്കുന്നതിന് ഞങ്ങളെതിരല്ല. പക്ഷേ അയോധ്യയിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന രാമക്ഷേത്ര തീർത്ഥ ട്രസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്താണ്. 464 വർഷക്കാലം അയോധ്യയിലെ മുസ്ലിങ്ങൾ തലമുറകളായി നിസ്കരിച്ചു വന്ന ഒരു പള്ളി പൊളിച്ച സ്ഥലത്താണ്. പള്ളി പൊളിച്ച സ്ഥലത്ത് നിയമവിരുദ്ധമായിട്ട് എന്ത് ജുഡീഷ്യൽ സാങ്കത്യമാണ് മിസ്റ്റർ രഞ്ജൻ ഗൊഗോയിയുടെ വിധിക്കുള്ളത്? ആ വിധി നിലപാടൊന്നും CPM-ന്റെ കമ്മ്യൂണിക്കയിൽ ഇല്ലാത്തതാണ്. CPM-ന്റെ നിലപാട് കോൺഗ്രസ് എടുത്ത നിലപാടിന് സമാന്തരമായ അല്ലെങ്കിൽ സമാനമായ നിലപാടാണ്. CPM-ന്റെ നിലപാട് ഞാൻ പറയാം. രാമക്ഷേത്ര നിർമ്മാണം സർക്കാർ പരിപാടിയാക്കുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരം. ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ ഭരണ സംവിധാനത്തിന് മതപരമായ ബന്ധം പാടില്ല. രാഷ്ട്രീയ നേട്ടത്തിനായി BJP ഭരണഘടനാ തത്വങ്ങൾ ലംഘിക്കുകയാണ്. നോക്കൂ, ഈ നിലയിലാണ്. അതായത് അവിടെ ബാബറി മസ്ജിദ് പൊളിച്ചയിടത്താണ് രാമക്ഷേത്രം നിർമ്മിക്കുന്നത് എന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല എന്ന് സീതാറാം യെച്ചൂരിയോ പറഞ്ഞിട്ടില്ല, CPM കമ്മ്യൂണിക്കെയും പറഞ്ഞിട്ടില്ല. എൻ്റെ നികേഷേ, ഈ കാര്യങ്ങൾ ആ പ്രസ്താവനയുടെ വിവിധ വശങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ കാര്യങ്ങൾ വളരെ കമ്മ്യൂണിക്കേറ്റീവാണ്, വളരെ വ്യക്തമാണ്. എന്താ കാര്യം? ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് ക്ഷേത്രമുണ്ടാക്കുന്നതിന് ഞങ്ങളെതിരാണ്. 1992 ഡിസംബർ 6-ന് ശേഷം 7-ാം തീയതിയാണ് പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന CPM ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ, ഇടതുപക്ഷ പാർട്ടികളുടെ, CPM അന്ന് നികേഷ് ഡൽഹിയിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ നരസിംഹറാവുവിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നത്. 11 ഭാഷകളിൽ പ്രാവീണ്യമുണ്ടെന്ന് പറയുന്ന ബഹുഭാഷാ പണ്ഡിതനായ നരസിംഹറാവു ലോകമാകെയുള്ള മാധ്യമങ്ങളും ലോകമാകെയുള്ള ജനാധിപത്യവാദികളും ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഒരു പള്ളിയുടെ കുംഭഗോപുരങ്ങളിൽ കയറി രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ നേതൃത്വത്തിൽ അത് ദംസിക്കുന്നത്, അതിനെക്കുറിച്ച് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പ്രസ്താവന, അദ്ദേഹം മിണ്ടാതിരുന്നല്ലോ. അദ്ദേഹം മിണ്ടിയത് എപ്പോഴാണ്?
ഇടതുപക്ഷ പാർട്ടികൾ. അപ്പോൾ നരസിംഹറാവു ആദ്യമായി വായി തുറന്നപ്പോൾ എന്താ പറഞ്ഞത് നികേഷ് അപ്പോൾ ഡൽഹിയിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നരസിംഹറാവു പറഞ്ഞത് പള്ളി പൊളിച്ച സ്ഥലത്ത് തന്നെ പള്ളി പണിത് കൊടുക്കും, അത് ഈ ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. അങ്ങനെ കർസേവകർ നടത്തിയ ഈ വിധ്വംസക കൃത്യത്തെ അന്നത്തെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനും പ്രധാനമന്ത്രിയുമായ നരസിംഹറാവു തള്ളിക്കളഞ്ഞു. ആ നിലപാട് എന്തുകൊണ്ട് കോൺഗ്രസ് ഉപേക്ഷിച്ചു? നമുക്ക് ആ കാലഘട്ടത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, നോക്കൂ, നമുക്കൊന്ന് ക്രമീകരിക്കാം ചർച്ച ഇങ്ങനെ. അതായത് വിധിന്യായം നമുക്കൊന്നും സ്വീകാര്യമായിരിക്കില്ല, എനിക്ക് സ്വീകാര്യമല്ല, താങ്കൾക്കും സ്വീകാര്യമായിരിക്കില്ല. പക്ഷേ അതാണ് ലോ ഓഫ് ദ ലാൻഡ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിനോട് പള്ളി നിർമ്മിച്ചു കൊടുക്കാനാണ്, ക്ഷേത്രം നിർമ്മിച്ചു കൊടുക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ക്ഷേത്രം നിർമ്മിച്ചു കൊടുക്കുന്നു. ആ സാഹചര്യത്തിൽ CPM ഉദ്ഘാടന കർമ്മത്തിന് പോകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. CPM ഉദ്ഘാടന കർമ്മത്തിന് പോകാത്തതിന് കാരണമായി പറഞ്ഞിട്ടുള്ളത് ഇത് BJPയുടെയും RSSൻ്റെയും ഇവൻ്റാണ്, ഞങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ്. വിശ്വാസികളുടേതാണ് വിശ്വാസം, അതിന് ഞങ്ങളെതിരല്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെ കൃത്യമായ അതേ നിലപാട് തന്നെയാണ് ഇന്നലെ ജയറാം രമേശിൻ്റെ കമ്മ്യൂണിക്കേയിലും ഉണ്ടായിട്ടുള്ളത്. അപ്പം നിങ്ങൾ പറയാത്ത കാര്യം കോൺഗ്രസ് പറയണോ? അല്ല നികേഷ്, ഈ ചർച്ച എങ്ങോട്ടാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. ഒരു കാര്യം വളരെ കൃത്യമാണ്, ഈ ക്ഷേത്രാരാധനയും ക്ഷേത്രപ്രതിഷ്ഠയൊക്കെ മതപരമായ വിശ്വാസപരമായ കാര്യമാണ്. അതിൽ രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിക്കേണ്ടതില്ല, അത് ഗവൺമെൻറ് പരിപാടിയാക്കണ്ട, അത് CPMൻ്റെ വളരെ വ്യക്തമായ ഒരു പരിപാടിയാണ്. കോൺഗ്രസ് പക്ഷേ എന്താണ്, BJP ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന ആക്ഷേപമല്ലാതെ ഞങ്ങളെയും കൂടി പങ്കെടുപ്പിച്ച് ഇതാ ഞങ്ങളുടെ വെള്ളിശിലകൾ, ഇതാ ഞങ്ങളുടെ സംഭാവന, ഇതല്ലേ ദിഗ്വിജയ് സിംഗും പ്രിയങ്ക ഗാന്ധിയും കമൽനാഥും നേതൃത്വത്തിന്റെ പ്രതികരണമാണല്ലോ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഔദ്യോഗിക നേതൃത്വം സോണിയാഗാന്ധി ഖാർഗെ അറിയിച്ചിരിക്കുന്നത് ഞങ്ങൾ പോകുന്നില്ല. എന്തുകൊണ്ട് RSSും BJPയും അത് രാഷ്ട്രീയ ആയുധമാക്കുന്നു? You are watching Reporter Evening Show.